വെൽക്കം ടു മൈ ചാനൽ. നമസ്കാരം, വണക്കം. ഇപ്പോൾ വേറെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആകമൊത്തം അലയടിച്ച് കൊണ്ടിരിക്കുകയാണ്. അത് അടുത്തിടെയാണ് കാണാനിടയായത്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും US-ലെ ജീവിതത്തിനെ കുറിച്ചിട്ടൊക്കെ ഇതുവഴി നമ്മൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉണ്ടെന്നുള്ള ഒരു വിചാരം കാരണമാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബാക്ക് പാക്കർ അരുണിമ ലോകമെമ്പാടും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. പല രാജ്യങ്ങളിലും ഒറ്റയ്ക്ക് പോവുകയും പിന്നെ അവർക്ക് തന്നെ ചാനലുണ്ട്. അതുവഴി അവിടുത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്ന പതിവുമുണ്ട്. മുമ്പ് ഇവർ മാഹീൻ്റെ കൂടെ ആണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വേറെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതുവഴിയാണ് കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കുകയും എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അടുത്തിടെ വന്നിട്ട് അരുണിമ US-ൽ പോകാൻ ഇടയായി. അപ്പോൾ വേണ്ടവണ്ണം ഹോംവർക്കൊക്കെ ചെയ്തിട്ടാണോ അവിടെ പോയത് എന്നുള്ളൊരു സംശയം ഈ വീഡിയോ കണ്ടപ്പോഴേക്കും ഉണ്ടായിരുന്നു. എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ, ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അവിടെ വെച്ച് 70 വയസ്സുള്ള ഒരു സുഹൃത്ത് പുള്ളിയാണ് ഇവരെ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്നതും. പിന്നെ പുള്ളിയുടെ വീട്ടിലായിരുന്നു ഈ അരുണിമ താമസിച്ചത്. അത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടില് എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആള് ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള്. ഇവിടെ അറിയാം, എൻ്റെ വീട്ടിൽ കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോട് വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ, ഇപ്പം രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അതിനോടനുബന്ധിച്ചിട്ട് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും അത് വഴിയെ നമ്മൾക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാവും, ഒരുപാട് പേര് US-ൽ നിന്നും വന്നവരുണ്ടാവാം. അവിടെ ഇപ്പോൾ സെറ്റിലായിട്ടുള്ളവരും ജോലി സംബന്ധിച്ചിട്ട് പോയവർക്കും ഒക്കെ അറിയാം US-ലത്തെ കൾച്ചറും നമ്മുടെ രാജ്യത്തിലത്തെ കൾച്ചറും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ 2 രാജ്യങ്ങളും അവിടെയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പുതിയതായിട്ട് പോകുന്ന, അതായത് ഈ 70 വയസ്സുള്ള ഇദ്ദേഹം തന്നെ വീട്ടിലോട്ട് ഒരാളെ കൊണ്ടുപോവുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഈ അരുണിമയെ അവർ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അവിടെ ജനിച്ച് വളർന്ന ഇന്ത്യക്കാരായാലും അവിടുത്തെ ആളുകളായാലും ശരി, അവർക്ക് സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ അങ്ങനെ അടുക്കുന്ന ആളുകളല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി കീപ്പ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന പ്രകൃതക്കാരാണ്. കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോൾ എന്താ പറയാ, എനിക്ക് ഭയങ്കര, എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ, ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US-ൽ വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US-ലേക്ക് വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നൊരു പാവം പുള്ളിയായിരുന്നു. പക്ഷെ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം
സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇവിടെ നെടുറോട്ടിലേക്ക് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും നല്ല തണുപ്പൊക്കെയാണ്. ഇപ്പോൾ ഒരു 6 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു. അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല. കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേന്നുള്ളത്. ഞാൻ അത്ര ഇമോഷണൽ ആയിട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഭയങ്കര എന്താ പറയാ, ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തോന്നുക. കാരണം ഞാൻ എന്തോരം ഫാമിലിയുടെ ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ എന്നെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടുത്തെ അതായത് ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഞാനിപ്പോ അങ്ങനെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യുക. നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്ന് ഓരോ ഇങ്ങനെ താമസിക്കുന്ന പോലെയൊക്കെ അവിടെ അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു കുടുംബത്തിലുള്ള മക്കളൊക്കെ അവർ സ്വന്തം നിലയിൽ അവർ ജോലിക്ക് പോവുകയും അവരുടെ ഏർണിങ്സൊക്കെ വെച്ചിട്ടാണ് അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ മാതാപിതാക്കളൊക്കെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ സമ്പാദിച്ച് വയ്ക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. അവരവരുടെ കാര്യം ഇൻഡിവിജ്വലായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരവർ തന്നെ നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽസോ ക്രിസ്മസോ താങ്ക്സ് ഗിവിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും അവസരങ്ങളിലാണ് അതും മാതാപിതാക്കളുടെ പെർമിഷൻ ചോദിച്ചിട്ട് അവർക്ക് സമ്മതമായാൽ മാത്രം ആണ് ഈ മക്കളൊക്കെ ഇവരെ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈ അച്ഛനമ്മമാരൊക്കെ മക്കളോട് അവിടെ പോയി കൂടി നിൽക്കുകയോ അവരെ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഒരു കൾച്ചർ ഉള്ളൊരു സ്ഥലത്തേക്കാണ് അരുണിമ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പ്രായമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിന്നത് അവിടുത്തെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പാതിരാത്രിയൊക്കെ ആയപ്പോഴേക്ക് പുള്ളിക്കാരിയെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ് ഉണ്ടായത്. ഇന്ന് ഈ പുള്ളിക്കാരി ധാരാളം കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പാതിരാത്രി അറിയാത്തൊരു സ്ഥലത്തൊക്കെ ഇറക്കി വിടുന്നത് ഒരു പെൺകുട്ടിയെ, അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചിട്ട് ഇതൊക്കെ കാണുന്ന അവിടെ സെറ്റിലായിട്ടുള്ളവർക്ക് തന്നെ അറിയാം. അവിടെ ജീവിച്ചവർക്ക് അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ലോസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ അറിയാം. പോവാണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറാണുള്ളത്. ഇവിടെ പിന്നെ മൈൽസ് ആണ് കേട്ടോ, അതായത് കിലോമീറ്റർ അല്ല മൈൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോ ഇതാണ് നമ്മളെ ജോർജ്. ഹായ്, എന്തിന്റെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നാട്ടിൽ എവിടെയായിരുന്നു? ചെങ്ങന്നൂര്. ഓക്കെ, അപ്പോ ആള് കുറെ വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 12 വർഷമൊക്കെ ആയില്ലേ? 13 വർഷമായി. 13 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ സിറ്റിസൺ ഒക്കെ ആണ്. ഇവിടുത്തെ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടുന്ന് പോയി. സോ ഇതാണ് ഈ കാണുന്ന റൂം. ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ $110 ഈ റൂമിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അതായത് 8,000 സംതിങ്, 8,000 അല്ല 9,000 സംതിങ് വരും ഇന്ത്യൻ റുപ്പി. അത്രയും റേറ്റ് ഉണ്ട് ഇവിടെ. ഹോസ്റ്റലിൽ തന്നെ 5,000 $60 ഒക്കെയാണ്. അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസിന് തന്നെ അത്രയും റേറ്റ് വരുന്നുണ്ട്. അക്കോമഡേഷൻ ഒക്കെ ഓഫ് കോഴ്സ്. പിന്നെ US-നെ സംബന്ധിച്ചിടത്തോളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പിന്തുടരുന്ന ഒരു രാജ്യമാണ്. US വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവിടെ പോയാൽ അവിടുത്തെ താമസ സ്ഥലവും കാര്യങ്ങളും ഒക്കെ വ്യക്തമാക്കിയാൽ മാത്രമേ വിസ പോലും അനുവദിച്ചു കിട്ടുകയുള്ളൂ. അവരുടെ പേഴ്സണൽ സ്പേസിനെ കുറിച്ചിട്ട് വളരെയധികം വളരെ സ്ട്രിക്റ്റാണ്. അതിൽ ഒരു കടന്ന് കയറ്റം അവർ ഒരിക്കലും അനുവദിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിലൊക്കെ പോകുമ്പോഴേക്കും അതിന് വേണ്ട മുൻകരുതൽ നടപടികളൊക്കെ എടുക്കുകയും അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായി പഠിച്ചിട്ടും വേണം അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാനായിട്ട്. പിന്നെ ഈ താമസവും ഭക്ഷണവും ഒക്കെ അതിൽ നിന്നുള്ള ലാഭമൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ ഓരോ ആളുകളുടെ വീട്ടിൽ പോയി താമസിക്കുന്ന രീതി അവിടെ ഒട്ടും ആരും സമ്മതിച്ച് കൊടുക്കാറില്ല. പിന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് ഒരു വശത്ത് തെറ്റാണെങ്കിലും ഈ അപ്പൂപ്പന് വന്നിട്ട് ഈ 70 വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന് വന്നിട്ട് ഒന്നുമില്ലെങ്കിലും വീട്ടുകാരോട് ഒരു അനുവാദം ചോദിക്കുകയോ
ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം എടുക്കാൻ പോയത് കൊണ്ടാണ് ഈ അരുണിമയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അത് അവരുടെ വീട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴാണ് ഓരോ രാജ്യത്തിലത്തെ രീതികളും അവിടുത്തെ കൾച്ചറും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ മനസ്സിലാക്കിയിട്ട് എപ്പോഴും മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒരു പക്ഷേ വേറൊരു രാജ്യത്തിൽ പോകുന്ന ഒരവസ്ഥയായിരിക്കില്ല US പോകുമ്പോഴേക്കും. അവിടെ ഈ പറഞ്ഞ പോലെ ഈ വയസ്സായ പാരൻസൊക്കെ സാധാരണ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി ജീവിക്കുകയും അവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോ ഇൻഡിവിജ്വൽസും അവരവരുടെ ജീവിതം അവരവർ ഏൺ ചെയ്യുന്നു, അത് അവർ ചിലവാക്കുന്നു. മറ്റുള്ളവരെ കഴിയുന്നതും ആശ്രയിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു രീതിയാണ് അവിടെ അവർ പിന്തുടരുന്നത്. പിന്നെ ആ റിലേഷൻസിനൊക്കെ വലിയൊരു വാല്യൂ സാധാരണയായിട്ട് അവിടെ കൊടുത്ത് കാണാറില്ല. നമ്മുടെ രാജ്യത്തിലൊക്കെ ആണെങ്കിൽ ഈ പ്രായമായിട്ടുള്ളവർക്കും മാതാപിതാക്കൾക്കും ഒക്കെ വളരെയധികം കെയറും കൺസേണും ഒക്കെയാണ് ഇവിടുത്തെ സാധാരണ രീതിയിൽ മക്കൾ കൂടെ താമസിപ്പിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം നോക്കുകയൊക്കെ ചെയ്യുന്ന വേറൊരു രീതിയിലത്തെ കൾച്ചറാണ് നമുക്കിവിടെയുള്ളത്. പക്ഷേ അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അരുണിമ ഈ പുള്ളിയുടെ വീട്ടിൽ പോയി കൂടെ താമസിക്കാനായിട്ട് തയ്യാറായതും ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടായതും. അപ്പോൾ അരുണിമ ആദ്യം ന്യൂജേഴ്സിയിൽ എത്തിയപ്പോഴാണ് ഈ വ്യക്തി വന്നിട്ട് എയർപോർട്ടിൽ പോയി അരുണിമയെ പിക്കപ്പ് ചെയ്തതും വീട്ടിലോട്ട് കൊണ്ടുപോയി താമസിപ്പിക്കുവാനായിട്ട്. ഈ ജോർജ് എന്ന പേരുള്ള വ്യക്തി ഇതുവരെ വീട്ടുകാരുടെ മുമ്പിൽ മാത്രമേ ഒരു വിലയില്ലാതെ ഇരുന്നുള്ളൂ. ഇതിപ്പോൾ ഈ സംഭവം എല്ലാവരും അറിഞ്ഞതോടെ നാട്ടുകാരുടെ മുമ്പിലുള്ള വിലയും പോയി കിട്ടി. അപ്പോൾ ഇത് അങ്ങോട്ടൊക്കെ പോകുന്നവർക്ക് ഈ രീതിയിലൊക്കെ പോകുന്നവർക്ക് ഒരു ഐ ഓപ്പണറായിട്ട് ഇരിക്കും എന്ന് കരുതിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തത്. പിന്നെ ഇപ്പോൾ US പലരും ഇത് കാണുന്നവർക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അരുണിമയുടെ ഭാഗത്ത് ന്യായമുണ്ടോ, ഇല്ല അരുണിമയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഒരു തെറ്റായ കാര്യമാണോ, അതിനെ നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. അത് അറിയാനായിട്ട് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. തുടർന്നും ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.